ചിതറിച്ചു കളഞ്ഞ് അവൻ ഇസ്രായേൽ അസ്ഥികളെ നോക്കി പ്രവചിക്കാൻ പ്രവാചകൻ അധികാരം കൊടുത്തു. പ്രവാചകൻ പ്രവചിച്ചു. അവൻ നമ്മൾ തിരുവെഴുത്തിൽ മുകളിലുള്ള വേദവാക്യങ്ങൾ നമ്മൾ പഠിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്ന ഒരു കാര്യം, പ്രവാചകൻ അസ്ഥിയെ നോക്കി പ്രവചിക്കാനിടയായി. ശ്രദ്ധിച്ചേ, അസ്ഥിയെ നോക്കി പ്രവചിച്ചു. ഒരിക്കലും ചേരുകയില്ലെന്നും, ഒരിക്കലും നന്നാകുകയില്ലെന്നും, ഒരിക്കലും വിടുതൽ വരികയില്ലെന്നും, ഇനി ഒരിക്കലും ജീവിതത്തിനകത്ത് നന്മ വരത്തില്ലെന്നും ഒക്കെയും പറഞ്ഞു കിടന്ന് അസ്ഥിയെ നോക്കി പ്രവചിക്കാൻ തുടങ്ങിയപ്പോൾ എന്താ സംഭവിക്കുന്നത്? സ്വർഗത്തിലെ ദൈവത്തിന്റെ കാറ്റവിടെ ചലിക്കാനിടയായി. ഹല്ലേലൂയ. ഇന്ന് ഈ പകൽക്കാലം ഞാൻ നിന്നെ നോക്കി പ്രവചിക്കട്ടെ. നിന്റെ ജീവിതത്തിനകത്ത് ഇതുപോലെ ചെതറിച്ചു കിടന്ന അവസ്ഥകൾക്കകത്ത് ഇന്ന് പകലിൽ പരിശുദ്ധാത്മാവിന്റെ കാറ്റടിക്കും. ആമേൻ. സ്വർഗീയ കാറ്റടിക്കും. ആമേൻ. സ്വർഗീയ തേജസ്സിന്റെ കാറ്റടിച്ചാൽ ആമേൻ, ചിതറിച്ച് കളഞ്ഞിടത്തു നിന്ന്, ആമേൻ, ഒറ്റപ്പെട്ടു പോയെടുത്തു നിന്ന്, ഇനി ഒരിക്കലും ഒരുമിക്കുകയില്ലെന്ന് പറഞ്ഞ ഇടത്തു നിന്ന് യേശുവിന്റെ നാമത്തിൽ അതെല്ലാം ഒരുമിച്ച് വരുത്തുന്ന ഒരു ദൈവത്തിന്റെ കൃപയുടെ ആഴം ഇന്ന് ഈ പകൽക്കാലം ഇതിനകത്ത് ചലിച്ചു നിൽക്കുന്നതിനെ ഓർത്ത്